ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2024 കേരള പാഠാവലി ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്ലാസ് 9 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾക്ക് 4 ഉത്തരം എഴുതുക. ആദ്യത്തെ ചോദ്യം: പൊറുക്കുന്നില്ല അച്ഛാ പൊറുക്കുന്നില്ലേ, നെഞ്ഞുണ്ടിരുമ്പൊല ചുളയാകുന്നേ. മതിലേരി കന്നിയുടെ ഈ വാക്കുകളിൽ തെളിയുന്നത് എന്ത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്തവർക്ക് അറിയാം, ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? പിതാവിനോടുള്ള അമർഷം, ഭർത്താവിനോടുള്ള വിദ്വേഷം, യുദ്ധത്തിൽ പങ്കെടുക്കാത്തതിലുള്ള നിരാശ, ഭർത്താവിനെ തെറ്റിദ്ധരിച്ചതിലുള്ള കുറ്റബോധം. അപ്പോൾ ശരിയായ ആൻസർ ഭർത്താവിനെ തെറ്റിദ്ധരിച്ചതിലുള്ള കുറ്റബോധമാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. അവർ അയാളെ തന്നെ നോക്കി നിന്നു. തളയ്ക്കപ്പെട്ട മൃഗത്തിൻ്റെ വന്യമായ നോട്ടം സാക്ഷി. അടിവരയിട്ട പ്രയോഗത്തിന് ഏറ്റവും യോജിച്ച ആശയം ഏത്? ചങ്ങലയ്ക്കിട്ടതിൻ്റെ പകയും വിദ്വേഷവും, പ്രതികരിക്കാൻ കഴിയാത്തതിലുള്ള അമർഷം, സഹായം ലഭിക്കുമെന്ന വിശ്വാസം, ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസം. അപ്പോൾ ഇതിൽ ശരിയായ ഉത്തരം എന്താണ്? പ്രതികരിക്കാൻ കഴിയാത്തതിലുള്ള അമർഷം. ഇനി അടുത്ത ചോദ്യം മൂന്നാമത്തേത്: നിലം വിറ്റ് നിൻ്റെ ഓഹരിയും കൊണ്ട് നീ നിൻ്റെ പാട്ടിന് പോകും. പാട്ടിന് പോവുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്ന എന്ത്? പാട്ട് പഠിക്കാൻ പോകും, സ്വന്തം കാര്യം നോക്കി പോകും, വിനോദയാത്ര പോകും, പരോപകാരത്തിൽ മുഴുകും. അപ്പോൾ ശരിയായ ഉത്തരം എന്താണ്? പാട്ടിന് പോവുക എന്നതിൻ്റെ ശരിയായ ഉത്തരം എന്താണ്? സ്വന്തം കാര്യം നോക്കി പോവുക. ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. ചതുരക്കുഴിയിൽ ഉണങ്ങിയ മണൽ കുറച്ചു നിരത്തണം. ചതുരക്കുഴി എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹാർത്ഥം എന്ത്? അപ്പം ചതുരക്കുഴി എന്നതിൻ്റെ വിഗ്രഹാർത്ഥം എഴുതാനാണ്: ചതുരത്തിൻ്റെ കുഴി, ചതുരമാകുന്ന കുഴി, ചതുരത്തിലുള്ള കുഴി, ചതുരത്താലുള്ള കുഴി. അപ്പോൾ ശരിയായ ഉത്തരം എന്താണ്? ചതുരത്തിലുള്ള കുഴി. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായ പദച്ചേരുവ കണ്ടെത്തുക. ഒരേ ഒരു, തിരുവോണം, മരം പ്ലസ് തിൽ, മരത്തിൽ, ഉണങ്ങി പൊടിന. അപ്പോൾ ഇതിൽ ശരിയായത് ഏതാണ്? ഒരേ പ്ലസ് ഒരു, ഇതാണ് ശരിയായ പിരിച്ചെഴുതിയ ചേരുവ. ഇനി അടുത്ത് നോക്കാം. 6 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾ 2 2 വാക്യത്തിൽ ഉത്തരം എഴുതുക. 2 സ്കോർ വീതമാണ്. പിള്ളേരുള്ള വീടുകളിൽ ദാരിദ്ര്യം കൂട്ടിന് വരും. പിന്നത്തെ കാര്യം കഠിനമാണ്. എരിപുരി കൊള്ളുന്ന കൊച്ചു വയറുകൾ കടന്നലുകൾ പോലെ മൂളി നടക്കും. തേൻവരിക്കാം. അക്കാലത്തെ സാമൂഹിക ജീവിതാവസ്ഥയെക്കുറിച്ച് ഈ വാക്യം നൽകുന്ന സൂചനകൾ എന്താണ്? അപ്പോൾ അന്നത്തെ കാലത്തുള്ള ദാരിദ്ര്യത്തെയാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. മതിയായ ആഹാരം ലഭിക്കാത്ത അവസ്ഥയും പട്ടിണിയും വിശപ്പും സഹിക്കേണ്ടി വന്ന ഒരു പഴയ കാല തലമുറയെക്കുറിച്ചാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കാർവണ്ണൻ തന്നുടെ കൺമണിയായൊരു കാർവണ്ട് വന്നിങ്ങും മെല്ലെ മെല്ലെ. ഈ വരികളിൽ തെളിയുന്ന കാവ്യപരമായ 2 സവിശേഷതകൾ എഴുതാനാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ദ്വിതീയാക്ഷരപ്രാസമാണ്. അതേപോലെ തന്നെ വാക്കുകൾ ആവർത്തിച്ചു വന്നിരിക്കുന്നു. ഇത് താളഭംഗി കൂട്ടുന്നു. ഇനി അടുത്ത് നോക്കാം. അർത്ഥവ്യത്യാസം വരാതെ ഒറ്റ വാക്യം എഴുതുക. ഞാൻ ആ വെയിറ്റർക്ക് 100 രൂപ സമ്മാനമായി കൊടുത്തു. എന്നാൽ വാരണാസിയിൽ നിന്നുള്ള വന്ന ആ വെയിറ്റ് സ്നേഹത്തോടെ അത് നിരസിച്ചു. ഇത് ഒറ്റ വാക്കായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? വാരണാസിയിൽ നിന്ന് വന്ന ആ വെയിറ്റർക്ക് 100 രൂപ ഞാൻ സമ്മാനമായി കൊടുത്തെങ്കിലും അയാൾ നിരസിച്ചു. എങ്ങനെയാണ്? വാരണാസിയിൽ നിന്ന് വന്ന ആ വെയിറ്റർക്ക് 100 രൂപ ഞാൻ സമ്മാനമായി കൊടുത്തെങ്കിലും അയാളത് നിരസിച്ചു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അടവും തൊഴിലും പഠിപ്പിച്ചച്ഛൻ, പഠനില ചന്തം പഠിപ്പിച്ചച്ഛൻ, ആണായും പെണ്ണായും പോറ്റിൻ്റെ അച്ഛൻ, വിദ്യാഭ്യാസത്തിലൂടെ നേടിയ സ്വാതന്ത്ര്യബോധവും അഭിമാനബോധവും മതിലേരി കന്നിയുടെ വാക്കുകളിൽ തെളിയുന്നുണ്ടോ? തന്നിരിക്കുന്ന സൂചനയും പാഠഭാഗവും പരിഗണിച്ച് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്താനാണ്. അപ്പോൾ ഇവിടെ നൽകുന്നത് എന്താണ്? അച്ഛൻ നൽകിയ സ്വാതന്ത്ര്യമാണ്. പിന്നെ അഭ്യാസമുറയും വിദ്യാഭ്യാസവും ലഭിച്ചു. അതേപോലെ അഭിമാനബോധവും സ്വാതന്ത്ര്യബോധവും വളർത്തിയെടുത്ത് പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ പിടിച്ചു നിൽക്കാൻ മതിലേരി കന്നിക്ക് സാധിച്ചു. പണ്ടുകാലം മുതലേ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ പ്രാധാന്യം നൽകിയിരുന്നു. കാലം കഴിയുന്നതോടും സ്ത്രീകളുടെ പ്രാതിനിധ്യം കുറഞ്ഞു. മതിലേരി കന്നി ആധുനിക സ്ത്രീ സമൂഹം മാതൃകയാക്കേണ്ട കഥാപാത്രമാണ്. ബാല്യകാലത്ത് സുരക്ഷയ്ക്ക് വേണ്ടി കന്നി അടവുകൾ പഠിച്ചു. പഠനത്തിൽ പെരുമാറേണ്ടുന്ന രീതികളും പഠിച്ചു. ആണായും പെണ്ണായും സമൂഹത്തിൽ പെരുമാറേണ്ടത് എങ്ങനെയാണെന്നും അവൾ കുടുംബത്തിൽ നിന്ന് പഠിച്ചു. ആധുനിക കാലത്തെ പെൺകുട്ടികൾ ഈ കാര്യങ്ങൾ പഠിക്കേണ്ടത് തന്നെയാണ്. വീട്ടിൽ കുടുങ്ങുന്നവരും തത്തമ്മകൾ ആകേണ്ടവരല്ലവർ. സമൂഹത്തിൽ സ്വതന്ത്രരായി പെരുമാറേണ്ടവരാണ്. സ്വയം രക്ഷയ്ക്ക് വേണ്ടുന്ന എല്ലാ വസ്തുക്കളും പഠിക്കുന്നത് നല്ലതാണ്. അതോടെ നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയും ഉണ്ടാവും. അപ്പോൾ പ്രതിസന്ധിയെ തളർന്നു പോകാതെ പിടിച്ചു നിൽക്കാൻ മതിലേരി കന്നിക്ക് സാധിച്ചത് എന്താണ്? അഭ്യാസമുറയും വിദ്യാഭ്യാസവും കൂടാതെ അച്ഛൻ നൽകിയ സ്വാതന്ത്ര്യവുമാണ്. അപ്പം നമുക്കതൊക്കെ ചേർത്തെഴുതാം. ഇനി അടുത്തത്: വൃക്ഷങ്ങൾ നശിക്കുമ്പോൾ പ്രകൃതി മാറ്റമുണ്ടാകും. അതിനൊന്നും ഞങ്ങൾ ബാധ്യസ്ഥരല്ല, അത് ഓർക്കുക. തേൻവരിക്ക.
തേൻവരിക്കയുടെ മുന്നറിയിപ്പ് ഇന്നത്തെ സമൂഹം തിരിച്ചറിയുന്നുണ്ട്. പ്രതികരണ കുറിപ്പ് തയ്യാറാക്കുക. ഈ 2 ചോദ്യങ്ങളും പ്രീവിയസ് തന്നെയാണ്. അയ്യപ്പൻ്റെ കുടുംബത്തിന് താങ്ങും തണലുമായിരുന്ന തേൻവരിക്ക പ്ലാവിനെ അയ്യപ്പൻ മകൻ സുരേന്ദ്രൻ വിൽക്കുകയും ആ പറമ്പിൽ റബ്ബർ തൈകൾ നടുകയും ചെയ്തു. റബ്ബർ വെച്ചിട്ട് യാതൊരു ഗുണവും ഉണ്ടായിരുന്നില്ല. തണലില്ലാതെ പുരയിടം വരണ്ടതുകൊണ്ട് നീരുറവകൾ വറ്റുകയും കുടിവെള്ളം മുട്ടുകയും ചെയ്തു. മഴക്കാലമായപ്പോൾ പറമ്പിലെ മണ്ണെല്ലാം ഒലിച്ചു പോകാൻ തുടങ്ങി. പ്ലാവിൻ്റെ വേരുകളാണ് ഇതുവരെ മണ്ണൊലിപ്പ് തടഞ്ഞിരുന്നത്. വൃക്ഷങ്ങൾ നശിക്കുമ്പോൾ പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് ഞങ്ങൾ ഉത്തരവാദികളില്ലെന്ന് വൃക്ഷങ്ങൾ പറയാൻ കാരണം ഇതാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 11ാമത്തെ ചോദ്യം. മനസ്സിൽ നൈരാശ്യമെഴുന്നു വന്നു മധ്യാഹ്നവും പ്രത്യാഹൃത രാത്രം ശുഭം പ്രതീക്ഷിപ്പനതു രാവും സൂര്യാംശദീപ്തം പകൽ പോലെ തന്നെ. ലോകം മുഴുവൻ വേദനയാണെങ്കിലും അതിനെ അതിജീവിക്കാനുള്ള ശക്തിയും ലോകം തന്നെ തരുന്നു. 2 എഴുത്തുകാരും മുന്നോട്ട് വയ്ക്കുന്ന ജീവിത ദർശനം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അതായത് ശുഭാപ്തി വിശ്വാസത്തെ ലോകത്തെ കാണാൻ പ്രേരിപ്പിക്കുകയാണ് ഈ 2 എഴുത്തുകാർ. എന്താണ് ശുഭാപ്തി വിശ്വാസത്തോടെ ലോകത്തെ കാണാൻ പ്രേരിപ്പിക്കുന്നതാണ് ഈ 2 എഴുതുകൾ. മനസ്സിൽ നൈരാശ്യമുള്ളവന് എവിടെയും നിരാശനായിരിക്കും. മനസ്സിന് നൈരാശ്യമുള്ളവൻ എവിടെയും നിരാശനായിരിക്കും. ശുഭ പ്രതീക്ഷിക്കുന്നവന് രാവ് പകലായി തോറും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശക്തിയും ലോകത്തിനുണ്ട്. അപ്പോൾ 2 കവികളും മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനം എന്താണ്? ശുഭാപ്തി വിശ്വാസത്തെ ലോകം കണ്ടാൽ നമുക്ക് എല്ലാ കാര്യത്തിലും വിജയം ഉണ്ടാകും. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ആഴിനീഴ് വർണ്ണൻ്റെ ചെവടി തരിന് പൊഴി കാണാനായി പോകുന്നേരം തേരി നിന്ന് അന്നേരം പാളിയിറങ്ങി പാരാതെ കുമ്പിട്ടു കൂപ്പി നിന്ന്. അമ്പാടിയിലെത്തിയ അക്കൂരിൻ്റെ പ്രവൃത്തികൾ കവി അവതരിപ്പിച്ചതെങ്ങനെ? മുകളിൽ നൽകിയ സന്ദർഭവും പാഠഭാഗവും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ വളരെയധികം കൃഷ്ണൻ്റെ കണ്ടുമുട്ടുമ്പോൾ അവസ്ഥാവിശേഷം മനസ്സിൽ നിന്ന് നൽകുന്ന സന്തോഷമാണ് ഈ വരികൾ പ്രതിഫലിച്ചിരിക്കുന്നത്. അതായത് അക്രൂരൻ്റെ അസാധ്യമായ കൃഷ്ണഭക്തിയാണ് ഈ വാക്കുകളിൽ പ്രകടമാകുന്നത്. എന്തൊക്കെയാണ് അക്രൂരൻ പറയുന്നത്? കണ്ണനെ ദർശിക്കാൻ പോകുന്ന ഞാൻ എന്തായാലും പുണ്യവാനാണെന്നതിന് ഒരു സംശയവുമില്ല. കണ്ണൻ്റെ ശരീരകാന്തിയാകുന്ന അമൃതം വാരി കണ്ണുകളിൽ കോരി നിറപ്പിച്ച് എൻ്റെ 2 കണ്ണുകളും ഞാൻ ആവോളം കുളിർപ്പിച്ച് നിൽക്കും. കാർവർണ്ണൻ്റെ കൺമുനയാകുന്ന കാർവണ്ട് പതുക്കെ ദുഃഖിതനായി നിൽക്കുന്ന ഞാനാകുന്ന പൂവിൽ നിന്ന് ആനന്ദമാടി കളിക്കുകയില്ലേ? ഞാനാകുന്ന പൂവിൽ നിന്ന് ശ്രീകൃഷ്ണൻ എന്നെ നോക്കി ആനന്ദിക്കുമോ? ഇതൊക്കെ ഒരുപാട് സംശയങ്ങൾ അക്രൂരൻ്റെ മനസ്സിലുണ്ടാകുകയാണ്. അപ്പം കൃഷ്ണനെ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥാവിശേഷങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ അക്രൂരൻ്റെ മനസ്സിന് ഭയങ്കരമായ സന്തോഷം നൽകുന്നു. അപ്പോൾ അക്രൂരൻ്റെ ഭക്തി പ്രകടിപ്പിക്കാൻ പര്യാപ്തമായ ആഖ്യാന ശൈലിയാണ് ഇത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചോറും കറിയും വെച്ച് എല്ലാ രാത്രിയും ഞാൻ കാത്തിരിക്കും അമ്മ. മനുഷ്യവംശത്തിൻ്റെ ചുണ്ടിൽ തിളങ്ങുന്ന ഏറ്റവും മനോഹരമായ പദമാണ് അമ്മ. ഖലീൽ ജിബ്രാൻ്റെ ഈ നിരീക്ഷണവുമായി ബന്ധിപ്പിച്ച് ബഷീറിൻ്റെ അമ്മ എന്ന കഥാപാത്രത്തെ വിലയിരുത്തുക. അപ്പോൾ മകൻ വരുമെന്ന പ്രതീക്ഷയിൽ രാത്രി പുലരോളം കാത്തിരിക്കുന്ന, ഭക്ഷണം വിളമ്പി വെച്ച് കാത്തിരിക്കുന്ന അമ്മയെയാണ് നമുക്ക് ബഷീറിൻ്റെ അമ്മ എന്ന ചെറുകഥയെ കാണാൻ കഴിയുന്നത്. ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ നിഷ്കളമായ ഒരു സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ് ബഷീറിൻ്റെ അമ്മ. അതേപോലെ തന്നെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനായി വീട് വിട്ട് ഓടിപ്പോയ ബഷീറിൻ്റെ വരവും കാത്ത് എന്നും രാത്രി ചോറ് വിളമ്പി ഉറക്കം വിളിച്ച് കാത്തിരിക്കുന്ന ഉമ്മ. ഉമ്മയെ വിട്ട് ദൂരദേശത്ത് അലയുമ്പോഴാണ് അമ്മയുടെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ വേദന അറിയുന്നത്. ജനിച്ച നാടും ജന്മം നൽകിയ അമ്മയും പ്രിയപ്പെട്ടതാണ് എന്ന് ഈ കഥയിലൂടെ കടന്ന നമ്മളും തിരിച്ചറിയും. പിറന്ന നാടിനും പെറ്റമ്മയ്ക്കും തുല്യ പരിഗണനയാണ് ബഷീർ നൽകുന്നത്. ഖലീൽ ജിബ്രാൻ്റെ ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന അമ്മ എന്നൊരു കഥാപാത്രം. ദുർവിധി കുടിച്ചെന്ന് മിഴിനീർ വറ്റിക്കയാൽ നിർവികാരം ആ കണ്ണുകൾ നിർജീവങ്ങൾ. മണ്ണിൻ്റെ നിലയ്ക്കാത്ത പ്രഹരം സഹിക്കയാൽ പൊണ്ണുകൾ പടർന്നിണ്ടവനും കരൽക്കാമ്പി കാളകൾ. കാളവണ്ടിക്കാരൻ്റെ ജീവിത ദൈന്യത ആവിഷ്കരിക്കുന്ന കാവ്യഭാഗത്തെ പ്രയോഗങ്ങൾ എത്രമാത്രം പര്യാപ്തമാണ് പരിശോധിക്കുക. അപ്പോൾ ഇവിടെ കാളവണ്ടിക്കാരൻ്റെ ജീവിതത്തിൻ്റെ ദൈന്യത പ്രകടമാക്കുന്ന വരികളാണിത്. കണ്ണുനീർ വറ്റിപ്പോയത് കൊണ്ട് നിർവീര്യമാണ് കണ്ണുകൾ. അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ വളരെ ദുസ്സഹമായ അവസ്ഥയാണ് ഈ വരികളിലൂടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിനെ കാളകൾ പാതകൾ തോറും വണ്ടിയും വലിച്ച് നടക്കുന്നത് പോലെയാണ് വണ്ടിക്കാരൻ ജീവിതപാതയിലൂടെ ദുരിതങ്ങളുടെ മാറാപ്പും പേറി നടക്കുന്നത്. ദീർഘദൂരം സഞ്ചരിച്ച് കാളകളുടെ കാലുകൾ തേഞ്ഞിരിക്കുന്നത് പോലെ ദുർഘടന നിറഞ്ഞ ജീവിതം താണ്ടി താണ്ടി അയാളുടെയും കാലുകൾ തേഞ്ഞിരിക്കുന്നു. തുടരെയുള്ള ദൗർഭാഗ്യങ്ങൾ തേടിയെത്തുന്നതിനാൽ കണ്ണീർ പോലും വറ്റിയിരിക്കുന്നു.
കാളകളുടേതുപോലെ നിർവികാരതയാണ് അയാളുടെ കണ്ണുകളിലും. കാളകളെ പ്രഹരിക്കാൻ അടിയേറ്റ് അവയുടെ ദേഹത്ത് മുറികളുണ്ടാവും. അതുപോലെ ദുരിതങ്ങളുടെ നിലയ്ക്കാത്ത പ്രഹരം സഹിക്കുന്നത് കൊണ്ട് കാളവണ്ടിക്കാരൻ്റെ മനസ്സാകെ പൊണ്ണുപിടിച്ചിരിക്കുന്നു. ഇങ്ങനെ കാളകളുടേതിന് തുല്യമായ ദുരിതപൂർണമായ ജീവിതമാണ് കാളവണ്ടിക്കാരൻ്റെ എന്ന് കവി പറയുന്നു. ഇനിയുള്ളത് 6 മാർക്കിൻ്റെ 2 ചോദ്യമാണ്. ഒന്നാമത്തേത് തേൻവരിക്കയിലെ പരിസ്ഥിതിവൽക്കരണം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കാനാണ്. തേൻവരിക്ക എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചോദ്യമാണ്. പിന്നെ രണ്ടാമത് വന്നത് 2 ടാക്സിക്കാർ എന്ന പാഠഭാഗത്തിലെ കർത്താ സിംഗിൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ എന്തെല്ലാം, തന്നിരിക്കുന്ന സൂചനകളും പാഠഭാഗവും വിശകലനം ചെയ്ത് കഠിനാധ്വാനവും ജീവിത വിജയവും എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. അപ്പോൾ പ്രഭാഷണമാണ്, അതുകൊണ്ട് തന്നെ അഭിസംബോധന വേണം. പിന്നെ കഠിനാധ്വാനവും ജീവിത വിജയവുമാണ് 2 ടാക്സിക്കാർ എന്നാണ് കഥയുടെ പ്രമേയം. തത്വചിന്തയിൽ നിന്ന് ലഭിച്ച നിശ്ചയദാർഢ്യമാണ് കർത്താ സിംഗിനെ നയിക്കുന്നത്. അതേപോലെ തന്നെ പതറാത്ത മനസ്സിനുടമയാണ്. പിന്നെ ജോലി എന്നതിനല്ല മനസ്സിൻ്റെ സംതൃപ്തിയാണ് പ്രാധാന്യം എന്നീ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു പ്രഭാഷണം തയ്യാറാക്കുക. അതേപോലെ തന്നെ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരുപാട് ഭാഗങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു. ഈ 6 മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.